കൂടൽ ഇന്ന് റിലീസായ മലയാള സിനിമയാണ്. ഈ ആഴ്ച വേറെ കാര്യമായ റിലീസുകളൊന്നും മലയാളത്തിൽ നിന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഈ സിനിമ ഇന്ന് പോയി കണ്ടു. വെള്ളിയാഴ്ച പോയി കണ്ടു. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ജോണർ ഒരു ത്രില്ലർ ഡ്രാമ എന്നൊക്കെ വേണേൽ പറയാം. സർവൈവൽ ത്രില്ലറോ അങ്ങനെ എന്ത് വേണേലും പറയാം. എന്ത് പറഞ്ഞാലും ഇതൊരു സിനിമയെന്ന് മാത്രം നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കരുത്. കാരണം അത് നമ്മൾ സിനിമയോട് ചെയ്യുന്ന മഹാ അപരാധമായി പോവും. കാരണം ഇതിൻ്റെ കഥ ആദ്യം കാണിക്കുമ്പോൾ ഒരു ന്യൂ ഇയർ 2 ന്യൂ ഇയർ രാത്രിയിലെ കഥയാണ്. ഫസ്റ്റ് ഒരു ന്യൂ ഇയർ നൈറ്റിൽ കഥ തുടങ്ങുന്നു. 2-3 സ്ത്രീ കഥാപാത്രങ്ങൾ അവരാണ് ഇതിലെ ലീഡ്. മെയിൻ റോളാണ്. ത്രൂ ഔട്ട് ഉണ്ട് ഒരു 3 സ്ത്രീ കഥാപാത്രങ്ങൾ. ആ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. ടെക്നിക്കലി ആയാലും ശരി, ഇവരുടെ പെർഫോമൻസ് കൊണ്ട് ഈ പടത്തെ ഇവർ പിടിച്ച് നിർത്തും. അല്ലെങ്കിൽ പിടിച്ച് നിർത്തുമെന്ന് പറഞ്ഞാൽ അത് മോശമായി പോകും. ഇവരതിനെ ഡബിളായിട്ട് ഉയർത്തുമെന്ന് നമുക്ക് അവിടെ തന്നെ മനസ്സിലാവും. പിന്നെ അങ്ങോട്ട് മറീന മൈക്കിൾ പണ്ട് കുറേ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓരോ ലൊട്ടിപ്പടങ്ങൾ ചെയ്യാറുണ്ട്, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലാത്തതാണ്. മറീന മൈക്കിൾ വരുന്നു, പിന്നെ നമ്മുടെ വിജിലേഷ് വരുന്നു. പിന്നെ പുതിയ കാലമായി, ഇന്നത്തെ പ്രസൻറ്റ് ന്യൂ ഇയറായി. ന്യൂ ഇയറിന് ട്രിപ്പ് പോവാണ്. കോമഡിയാണ്. മറ്റേ ഗീവ് അവേയിലൂടെ തിരഞ്ഞെടുത്തവരെയൊക്കെ ട്രിപ്പ് കൊണ്ടുപോവാണ്. അത് ഗീവ് അവേയിലൂടെ തിരഞ്ഞെടുത്തവർ ട്രിപ്പ് കൊണ്ടുപോകുന്ന കോമഡിയൊന്നുമല്ല, ഈ പോകുന്നവരുടെ ഒരു പരിപാടി വൻ കോമഡിയാണ്. ഒരു വ്ളോഗറുണ്ട്, പിന്നെ ഒരു പട്ടാളക്കാരനും ഭാര്യയുണ്ട്. എല്ലാവരും കോമഡി, എല്ലാവരും ബോറൻ പെർഫോമൻസ്. ഒന്നിനും കൊള്ളാത്ത, കാശിനും കൊള്ളാത്ത, കാർക്കിച്ച് തുപ്പാന്ന് തോന്നുന്ന പോലത്തെ കൂതറ പെർഫോമൻസ്. അങ്ങനെ ആ സ്ഥലത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ അണ്ണൻ വരുവാണ്, ബിബിൻ ജോർജ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ മൊണ്ണയായിരുന്നു ചോദിച്ചത് ബിബിൻ ജോർജാണ്. ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി എൻ്റെ കൈ കിട്ടിയിരുന്ന ഒരൊറ്റ അടി ഞാൻ വെച്ച് കൊടുത്തേനെ. കാരണം ബിബിൻ ജോർജിനല്ല ഈ കഥാപാത്രത്തെ, വേറെ ഒന്നും കൊണ്ടല്ല, ഇയാൾ ഫിലോസഫിയുടെ ആളാണ്. ഫസ്റ്റ് ഹാഫ് ഫുൾ ഇയാളുടെ ഫിലോസഫിയാണ്. വെറുത്തുകയുടെ ഡയലോഗ് അടി. ഇയാളെന്താ സീരിയലിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്ന് അഭിനയിച്ചതാണോ? ഇത് സീരിയലല്ല കേട്ടോ. സീരിയലിനും കുറച്ചിലായി പോകും നമ്മളിതിനെ സീരിയൽ എന്നൊക്കെ വിളിച്ചാൽ. ഇയാൾ സ്ക്രീനിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇയാൾ ചുമ്മാ മറ്റേ ഫിലോസഫി കളിക്കും. ചാർലി ഡ്യൂപ്പെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനൊന്നും പറയാനുള്ള ഒന്നുമില്ല. ഇയാളുടെ ഫിലോസഫി ഒന്നും പറയാനില്ല. തിയേറ്റർ ഫുൾ തെറിയായിരുന്നു. ഇയാൾ ഒരു 3-4 ഡയലോഗ് കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും റിപ്പീറ്റ് ചെയ്തപ്പോൾ തിയേറ്റർ ഫുൾ ആ ഒരു മൂഡായി. പിന്നെ ഇൻ്റർവെല്ലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. എന്തെങ്കിലും കൊള്ളാമെന്ന് തോന്നിയ ആ ഒരു ട്വിസ്റ്റാണ്. അത് വലിയ സംഭവമാണ്, ഇതുവരെ കാണാത്തതൊന്നുമല്ല. പക്ഷേ അത് പ്രതീക്ഷിച്ചില്ല, ഞാൻ അത് പേഴ്സണലി പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് ആണ് ഈ സിനിമയിൽ ആകെ കൊള്ളാവുന്നൊരു കാര്യം. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ സെക്കൻഡ് ഹാഫ് ഫുൾ ഫ്ലാഷ് ബാക്ക് ആണ്. അന്നത്തെ ന്യൂ ഇയർ രാത്രിയിൽ എന്ത് സംഭവിച്ചു, ആരാണ് കൊലയാളി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കുറേ കാര്യവും. പിന്നെ ഇതിൽ ഏറ്റവും കോമഡി സെക്കൻഡ് ഹാഫിലൊരു പകുതി ശതമാനം ഈ ഫ്ലാഷ് ബാക്കും, ബാക്കി പകുതി ശതമാനം ഒരു രാത്രി കാടിനുള്ളിലെ കാര്യങ്ങളാണ്. ഫൈറ്റ്, സർവൈവൽ. അവിടെയാണ് ഈ സർവൈവൽ പരിപാടി വരുന്നത്. ഇത് ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത്? നമ്മളൊരു 5000 രൂപയുടെ മൊബൈൽ ക്യാമറ എടുത്താൽ ഇതിലും ക്ലാരിറ്റിയാണ്. നമുക്കൊന്നും കാണാൻ വയ്യ, ഇവരെ ആരെയും കാണാൻ വയ്യ. ഇവരുടെ ശബ്ദം വെച്ചിട്ടാണ് ഇത് ആരാണെന്ന് മനസ്സിലാക്കുന്നത്. ഒരുത്തനെയും കാണാൻ വയ്യ. ബിബിൻ ജോർജിനെ ഒരാളെപ്പോലും കാണാൻ വയ്യ. ഫുൾ ഇരുട്ട്. രാത്രിയാണ്, ഇരുട്ട് വേണം. പക്ഷെ നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് കാണണ്ടേ സംഭവം. എന്ത് കൂതറ ക്യാമറയാണ്. ടെക്നിക്കലി ഒന്നും പറയാനില്ല ടെക്നിക്കലി. ഇത് എത്ര രൂപയ്ക്ക് ഇവർ ഷൂട്ട് ചെയ്തത് എനിക്കൊരു പിടുത്തവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ, ഇതിലൊരു 10 പാട്ടെന്തോ ഉണ്ട്. ആകെപ്പാടെ പടം 1.5 മണിക്കൂറേ ഉള്ളൂ. അതിലൊരു 10 പാട്ട്, ബാക്ക് ടു ബാക്ക് പാട്ട്. ഇത് ഇയാൾക്ക് വല്ല മറ്റേ മ്യൂസിക്കൽ ആൽബമായിട്ട് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇറക്കിയിരുന്നെങ്കിൽ അങ്ങനെ കുറച്ച് വ്യൂസേലും കിട്ടിയാൽ. ഇതിപ്പോൾ ഈ പടത്തിലായതുകൊണ്ട് ഒരു പട്ടിക്കുറുക്കം പോലും കാണാൻ പോകുന്നില്ല, കേൾക്കാൻ പോകുന്നില്ല. പിന്നെ ബിബിൻ ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അദ്ദേഹത്തിൻ്റെ നായകനായ ഫസ്റ്റ് 2 സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പഴയ ബോംബ് ആയാലും ശരി, മാർഗ്ഗം കളി ആയാലും ശരി. മാർഗ്ഗം കളിയൊക്കെ എനിക്ക് പൊതുവെ മടുപ്പ് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ പിന്നെ അയാൾ എന്ത് ഈ കാണിക്കുന്നത്? പിന്നെ പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിലും ഭയങ്കര മോശം. ഇയാളിത് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഈ നായകൻ പരിപാടി പോയിട്ട് മറ്റേ സഹനടനോ അല്ല അതുപോലും കിട്ടത്തില്ല. കാരണം വളരെ മോശം പെർഫോമൻസ്, വളരെ കൂറ ഡയലോഗ് ഡെലിവറി. എത്ര വെറും തൊലിഞ്ഞ ഡയലോഗുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് മൊത്തം. പക്ഷേ ഒരു നല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ അതിനെ ഒരു കുറച്ചെങ്കിലും ഒന്ന് ബെറ്റർ ആയിട്ടുള്ള, കുറച്ചിലും വൃത്തികേട് കുറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ബിബിൻ ജോർജ് ഒന്നാമതേ വെറും വൃത്തിയുടെ ഡയലോഗുകൾ, ഇത് ഇയാൾ പറയുമ്പോൾ ഡബിൾ വൃത്തികേടായി പോവുകയാണ്. അപ്പോൾ വളരെ മോശം പെർഫോമൻസ്. പിന്നെ മറീന മൈക്കിൾ ഉൾപ്പെടുന്ന ബാക്കി ഒരു 4 പേരുണ്ട്. മറീന മൈക്കിളും ബാക്കി ഞാൻ പറഞ്ഞ മെയിനായിട്ടുള്ള 3 പേരും, ഇവരെല്ലാം മത്സരിച്ച് വെറുപ്പിക്കുമായിരുന്നു. സണ്ണി. ഇവരെയൊക്കെ ആരാണ് സെലക്ട് ചെയ്തത്? എന്ത് കാറ്റഗറിയിലാണ് ഇവരെയൊക്കെ ഒരു സിനിമയിലേക്ക് സെലക്ട് ചെയ്തതെന്നാണ് മനസ്സിലാവാത്തത്. ഒന്നും പറയില്ല. ഇവർക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ട് സെലക്ട് ചെയ്തു? കാരണം അഭിനയത്തിൻ്റെ ABCD അറിയാത്ത
3 പേര്. ഒന്നും അറിയാതെ അതിൻ്റെ കൂടെ തന്നെ വെറും കുറേ ഡബ്ബിങ്. ഇവരാണോ ഡബ് ചെയ്ത് ആരാ ഡബ് ചെയ്തെന്ന് അറിയത്തില്ല. ഇവരുടെ ഒന്നാമത് അത്രയും കൂറ പെർഫോമൻസ്, അതിൻ്റെ മുകളിൽ പരക്കൂറയായിട്ട് ഡബ് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ മൊത്തത്തിൽ എന്തൊക്കെ പറയുകയാണ്, ഇതൊരു സിനിമയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. എന്നാലും ഏതെങ്കിലും ഒരു പാവം ഈ ആഴ്ച വേറെ പടം ഇല്ലാത്തതുകൊണ്ട് ഇതിന് പോയേക്കാമെന്ന് കരുതി, അതും ഫാമിലിയായിട്ട് ഒരു പടത്തിന് പോയേക്കാന്ന് വെച്ചാൽ പിന്നെ പറയണ്ട. അയാൾ പിന്നെ ഫാമിലിയുടെ കൂടെ ഒരു പടത്തിനും പോകത്തില്ല. നല്ല സിനിമ വന്നാൽ പോലും ഇയാളൊന്നും മടിക്കും പോവാൻ. അപ്പം അങ്ങനെ ഒരാളും ഈ പടത്തിന് പോയില്ല. എൻ്റെ വീഡിയോ ഒരു 2 പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിലൊരാൾ പോലും ഈ പടത്തിന് പോയില്ല. അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഇങ്ങനത്തെ ദുരന്തം, ഇങ്ങനെ ആൾക്കാരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം. ടോർച്ചർ എന്ന് വെച്ചാൽ ഞാനിത് പുറമെ ഒരാൾക്ക് ഒരു വലിയ തിരക്കൊന്നും ഈ പടത്തിന് ഒരിടത്തും കാണത്തില്ല, അങ്ങനെ പോയി കണ്ട ഒരു ടോർച്ചറാകും. ഞാനിന്ന് പോയിടത്ത് കുറച്ച് ഫ്രീ ടിക്കറ്റിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇവർ ഉള്ളതുകൊണ്ട് വൈബിലിരുന്ന് കാണാൻ പറ്റി. കാരണം മറ്റേ തിയേറ്ററിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. 10-30 ടിക്കറ്റ് എന്തോ ഇവർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. അപ്പം അതിൽ ഫുൾ വൻ വൈബ്, എല്ലാവരും വൻ വൈബ്. ഈ ഫ്രീ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ സിനിമാക്കാരല്ല, സാധാരണക്കാർക്കാണ് ഇവരിത് കൊടുക്കുന്നത്. അപ്പോൾ അവർ നമ്മളെപ്പോലെ, ഞാൻ റിവ്യൂ ഇടുന്നു അവർ റിവ്യൂ ഇടുന്നില്ല, അതേ ഉള്ളൂ വ്യത്യാസം. വൻ വൈബ്. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ സിനിമയോടൊരു നന്ദി പറയാനുള്ളത്. കാരണം അല്ലെങ്കിൽ ഈ റിവ്യൂ ഇടണമെന്ന് പോലും ഞാൻ നോക്കത്തില്ല, ഈ ഇൻ്റർവെല്ലിന് ഇറങ്ങിപ്പോയേനെ. റിവ്യൂ വേണ്ടെങ്കിൽ വേണ്ട, അത്ര ഉള്ളായിരുന്നു. പക്ഷേ ഇവരുള്ളതുകൊണ്ട് ഫുള്ളിരുന്ന് കണ്ട്. കാരണം അവരുടെ കൗണ്ടറും ആ പരിപാടിയും നമ്മളും അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് ആ ഒരു വൻ വൈബ് എനിക്ക് കിട്ടി. പക്ഷേ ഇനിയൊന്നും ഒരു മനുഷ്യനും കാണത്തില്ല. അപ്പം അങ്ങനെ പോയാൽ നിങ്ങൾക്കിതൊരു ദുരന്ത അനുഭവമായി പോകും. അപ്പോൾ അതിലും നല്ലത് പോകാതിരിക്കുന്നതാണ്. ഇത് OTT വന്നു കഴിഞ്ഞാൽ ആ OTT പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺസബ്സ്ക്രൈബ് ചെയ്തു, അതായിരിക്കും ബെറ്റർ. കാരണം ആ പരിസരത്തോട്ടേ പോകണ്ട. ഒന്നിനും കൊള്ളാത്തൊരു സിനിമയാണിത്. എൻ്റെ വീഡിയോ ഒന്നും 2 മിനിറ്റ് മാക്സിമം 3 മിനിറ്റ് കൂടാത്തതാണ്. ഇത് 7 മിനിറ്റ് ഇത്രയും കുറ്റം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഒരാൾ പോലും ഇത് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതം വെറുത്തുപോകും. അപ്പം ഒന്നും പറയാനില്ല. ഡുവോ ഡയറക്ടേഴ്സാണ് ഷാനു കക്കൂറും ഷാഫി എപ്പിക്കാടും. ഇതിലേതോ ഒരാളാണ് ഇതിൻ്റെ തിരക്കഥ, സംഭാഷണം. ഒന്നും പറയാനില്ല. 2 പേരോടും നമിച്ചിരിക്കുന്നു. ഇനി മേലെ ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങരുത്. അൺലെസ് നല്ലൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസും നല്ല കഥയുണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ചു എങ്ങനെയും ഒരു പടം, വേറൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയും ഒരു പടം ഓണാക്കാൻ വേണ്ടിയാണ് ഇവർ 2 പേരും 2 സെപ്പറേറ്റ് കഥകൾ പോയി ബിബിൻ ജോർജിനോട് പറഞ്ഞു. ഇത് രണ്ടും ബിബിൻ ജോർജിന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ വെളിയിൽ വെച്ചെന്തോ കണ്ട് കൂട്ടിമുട്ടി, എന്നാൽ പിന്നെ ഇങ്ങനൊരു കഥ പറഞ്ഞാൽ പാവത്തെ പറ്റിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പാവം ഒന്നും പറഞ്ഞില്ല, പൊട്ടനെന്ന് വേണം പറയാൻ ഈ പടമൊക്കെ കമ്മിറ്റ് ചെയ്തതിന്. എന്നാലും അയാളെ പറ്റിച്ച് തട്ടിക്കൂട്ടി ചെയ്ത പടമാണ്. എവിടുന്നോ കണ്ടുമുട്ടി 2 പേര് തട്ടിക്കൂട്ടി ചെയ്ത പടമാണ് ഇത്. അങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി വിട്ടിട്ട് നല്ലൊരു സിനിമയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കാണും, നല്ല അഭിപ്രായം പറയും. അപ്പോൾ ഈ സിനിമയ്ക്ക് റേറ്റിംഗ് ഒന്നുമില്ല, 0 ഒന്നും അല്ല ഇതിന് കൊടുക്കേണ്ടത്, അതിലും ഒരുപാട് താഴെ.